ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നോക്കിയാലോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കഴിക്കാൻ എടുത്തത് അപ്പമാണ്. നല്ല പൂ പോലത്തെ അപ്പം. കൂടെ കൂട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ മത്തിക്കറിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇന്നലെ വാങ്ങിച്ച മീനായിരുന്നു, അത് ഇന്ന് രാവിലെ അങ്ങ് കറി വെച്ച്. അതാകുമ്പോൾ ഉച്ചയ്ക്കത്തേക്കും എടുക്കാം, പിന്നെ രാവിലെ ഈ അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിൽ അതങ്ങ് കറി വെച്ചു. അങ്ങനെ രാവിലെ അപ്പവും മത്തിക്കറിയും കൂട്ടിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതിനുശേഷം ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ചോറും മീൻ വറുത്തതും, മത്തി മീൻ തന്നെ ആയിരുന്നു, അത് ഞാൻ വറുക്കുകയും ചെയ്തു. പിന്നീട് കറിയും ഉണ്ടായിരുന്നല്ലോ, കറി രാവിലെ ഉണ്ടാക്കി വെച്ചായിരുന്നല്ലോ, അപ്പോൾ ആ കറിയും പിന്നെ കുറച്ച് കുക്കുംബറും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാണ് ഉച്ചയ്ക്കത്തെ കാര്യം സാധിച്ചത്. അതിനുശേഷം വൈകുന്നേരം ആയപ്പോൾ ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ കുറച്ച് പാല് മഞ്ഞപ്പൊടി ഇട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഹൽവയാണ് എടുത്തിരിക്കുന്നത്. നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ഹൽവയും കൂടെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതാണ് വൈകുന്നേരം കഴിച്ചത്. അതിനുശേഷം രാത്രി കഴിക്കാൻ എടുത്തിരിക്കുന്നത് റാഗിമുത്തു എന്നാണ്. ഇത് കന്നഡ സ്പെഷ്യലാണ്. അപ്പം ഇതാകുമ്പോൾ ഹെൽത്തിയാണ്, അധികം കൊളസ്ട്രോളും കാര്യങ്ങളോ ഷുഗറോ ഒന്നും വരത്തില്ല. അതുകൊണ്ട് ഇതും പിന്നെ കൂടെ കഴിക്കാൻ ബീഫ് കറിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ബീഫ് കറി പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കിയായിരുന്നു. അതും ഈ റാഗിമുത്തും കൂടെ കഴിച്ച് ഇന്നത്തെ കാര്യം അവസാനിപ്പിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചു. ഇനി നമുക്ക് നാളെ വീണ്ടും കാണാതെ വരയ്ക്കും. ബൈ ബൈ.